സയ്യിദുൽ ബഷർ അതിന്റെ 52ാമത്തെ വീഡിയോ ആണ് ഇൻഷാ അല്ലാഹ് നമ്മൾ കാണാൻ പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാ മിഅ്റാജ് ആണ് ഇതിലെ പരാമർശ വിഷയം. അൽ ഇസ്രാ വൽ മിഅ്റാജ് റജബ് സനത്തെ 11 മിനൻ നുബുവ, പ്രവാചകത്വത്തിന്റെ 11ാം വർഷമാണ്. റജബ് മാസത്തിലാണ് സംഭവം നടക്കുന്നത്. ഇന്നല്ലാഹ തആല അക്രമ നബിയഹു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു അവിടുത്തെ പ്രവാചകരായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിച്ചു. ബിമുഅ്ജിസാത്തിൻ കസീറത്തിൻ, ധാരാളം അമാനുഷിക സംഭവങ്ങളിലൂടെ. ഫമിൻ അജല്ലിഹ മാ അക്രമഹുല്ലാഹു തആല ബിഹി, അള്ളാഹു ആദരിച്ചതിൽ പ്രധാനപ്പെട്ടതിൽപ്പെട്ടതാണ് അൽ ഇസ്റാഉ മിനൽ ഇസ്റാഇ വൽ മിഅ്റാജ്, ഇസ്രാ മിഅ്റാജ്. വകാന ദാലിക ലൈലത്തുൽ ഇസ്നൈനി സാബി വൽ ഇശ്രീൻ മിൻ റജബ്, റജബ് 27ാം രാത്രിയിലായിരുന്നു. അൽ ആമുൽ ഹാദി അശർ, 11ാം വർഷം. മിനൽ ബിഅസ, പ്രവാചകത്വത്തിന്റെ 11ാം വർഷം. ഫരിഹ്ലത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ, നബിതങ്ങളുടെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്രയാണ് ഫദാലിക്കഹു അൽ ഇസ്റാ, അതിനാണ് ഇസ്റാ എന്ന് പറയാം. ഇസ്റാ, രാത്രിയിൽ ഉള്ള യാത്രക്കാണ് എന്ത് പറയാ? ഇസ്റാ എന്ന് പറയാം. ഉറൂജുഹു മിനൽ മസ്ജിദിൽ അഖ്സ, മസ്ജിദുൽ അഖ്സയിൽ നിന്ന് കയറിയത് ഇലാ മാഷാ അല്ലാഹു ഫൗഖ സമാവാതി സബ്അ, 7 ആകാശങ്ങൾക്കും അപ്പുറം. ഫദാലിക്കഹു അൽ മിഅ്റാജ്, അതാണ് മിഅ്റാജ്. വൽ ഇസ്റാഉ സാബിത്തുൻ ബിനസ്സുൽ കിതാബി വബി സുന്നതി വ ഇജ്മാഇൽ മുസ്ലിമീൻ, അതിന്റെ പ്രാമാണികത എന്തൊക്കെയാണ്? ഇസ്റാ സ്ഥിരപ്പെട്ടതാണ്, ഖുർആനിന്റെ നസ്സാണ്. അസ്റാ ബി അബ്ദിഹി എന്ന് പറഞ്ഞ ആയത്ത്, വബി സുന്നത്തി ഹദീസുകൾ, വ ഇജ്മാഇൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഇജ്മാഅ്. വൽ മിഅ്റാജു സാബിത്തുൻ ബി ലാഹിരിൽ കിതാബി, ഖുർആനിന്റെ ലാഹിർ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. വബിൽ അഹാദീസി സ്വഹീഹ, ഹദീസുകൾ കൊണ്ട് സഹീഹ് അൽ മഷ്ഹൂറായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഫഖദ് റവ ഖിസ്സത്തുൽ ഇസ്റാഇ വൽ മിഅ്റാജി, ഇസ്റാ മിഅ്റാജിന്റെ ഖിസ്സ ഉദ്ധരിച്ചിട്ടുണ്ട്. 45 മിന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു, 45 സ്വഹാബികൾ ഉദ്ധരിച്ചിട്ടുണ്ട്. വൽ ഇസ്റാഉ വൽ മിഅ്റാജു വഖഅ ഫീ ലൈലത്തിൻ വാഹിദത്തിൻ, ഒരു രാത്രിയിൽ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഫിൽ യഖ്ളത്തി, ഉണർവിലാണ്, സ്വപ്നത്തിലല്ല. ബിജസദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറൂഹിഹി, നബിതങ്ങളുടെ ശരീരവും ആത്മാവും ഉണ്ടായിരുന്നു. അലമാ ദഹബ ഇലൈഹി ജുംഹൂറുൽ ഉലമാഇൽ ഉമ്മത്തി, ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാരിൽ ഭൂരിഭാഗവും അങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത്. വതവാറദത് അലൈഹി ലവാഹിറുൽ അഖ്ബാരി സ്വഹീഹ, സ്വഹീഹായ ഹദീസുകളുടെ പ്രത്യക്ഷാർത്ഥം തന്നെ അത് ധാരാളം വന്നതാണ്. ബൽ അജ്മഅ അലാ ദാലിക അഹ്ലുൽ ഖർനുൽ സാനി, 2ാം നൂറ്റാണ്ടുകാർ വരെ എന്ത് ചെയ്തിട്ടുണ്ട്? ഏകോപിച്ചിട്ടുണ്ട്. ഫമൻ ബഅദഹും മിൻ അഇമ്മത്തിൽ ഇസ്ലാം, അതിനുശേഷമുള്ള മുസ്ലിമീങ്ങളിലെ ഇമാമിങ്ങളെല്ലാം ഏകോപിച്ചിട്ടുണ്ട്. വഫീ തഖ്ദീമിൽ ഇസ്റാഇ അലാ മിഅ്റാജി ഹിക്മത്തുൻ, മിഅ്റാജ് പറയുന്നതിന്റെ മുമ്പ് ആദ്യം ഇസ്റാ പറഞ്ഞിട്ടാണ് മിഅ്റാജ് പറഞ്ഞത്. അതിന് ഒരു ഹിക്മത്തുണ്ട്. അതെന്താണ്? വഹിയ ശഅ്നു കസീറൻ മിനൽ മുശ്രിക്കീന, അതെന്താണ് കാര്യം? ഷഅ്നുന്നാണ് ഇവിടെ വേണ്ടതെന്നാണ് മനസ്സിലാകുന്നത്. കസീറൻ മിനൽ മുശ്രിക്കീന കാനൂ ഖദ് റഅൗ ബൈത്തുൽ മഖ്ദിസ്, അധികം മുശ്രിക്കീങ്ങളും അവര് ബൈത്തുൽ മുഖദ്ദസ് കണ്ടിട്ടുണ്ട്. വയഅലമൂന അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യറഹു, നബിതങ്ങൾ കണ്ടിട്ടില്ല എന്ന് അവർക്ക് അറിയുകയും ചെയ്യാം. അവര് കണ്ടിട്ടുണ്ട്, നബിതങ്ങൾ കണ്ടിട്ടുമില്ല. ഫൈദ അഖാമലഹും, അതായത് മുമ്പ് കണ്ടിട്ടില്ല എന്നർത്ഥം. ഫൈദ അഖാമലഹും ഖറാഇന വ ദലാഇല, അപ്പോ അവർക്ക് തെളിവുകൾ നിരത്തി കാണിച്ചു കൊടുത്താൽ, അലാ മസീരിഹി, നബിതങ്ങൾ പോയിട്ടുണ്ട്, ഇലാ ബൈത്തുൽ മുഖദ്ദിസ്, ബൈത്തുൽ മുഖദ്ദസിൽ പോയിട്ടുണ്ട് എന്ന് കാണിച്ചു കൊടുത്താൽ, ഫീ ലൈലത്തിൻ, ഈ ആ ഒരു രാത്രിയിൽ, ആ ഒരു ബൈത്തുൽ മുഖദ്ദസ് ആണെങ്കിലോ അവിടത്തേക്കുള്ള യാത്ര വഹൂബി മസാഫത്തി ഷഹരിൻ മിൻ മക്കത്ത, മക്കയിൽ നിന്നൊരു മാസത്തെ യാത്രാ ദൂരമുണ്ട്. വസഫ ലഹുൽ മസ്ജിദൽ അഖ്സ, മസ്ജിദുൽ അഖ്സയെ നബിതങ്ങൾ വിവരിച്ചു കൊടുത്തു. വസ്ഫൻ ദഖീഖൻ, വളരെ സൂക്ഷ്മമായി വിവരിച്ചു കൊടുത്തു. യാത്ര ചെയ്താൽ ഒരാൾ കാണുന്നതിനേക്കാൾ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു കൊടുത്തു. തഹഖഖ ലി മുൻസിഫിഹിം, അവരിലെ നിഷ്പക്ഷമതികൾക്കെല്ലാം ബോധ്യപ്പെട്ടു.
സിദ്ഖുഹു ഫീ ദാലിക, ഈ വിഷയത്തിൽ നബി തങ്ങളുടെ സത്യസന്ധത ബോധ്യപ്പെട്ടു. വഇദാ തഹഖഖ സിദ്ഖുഹു, ആ സത്യസന്ധത ശത്രുക്കൾക്ക് പോലും ബോധ്യപ്പെട്ടപ്പോ ഫീ ഖത്ഇഹി മസാഫത ഷഹ്റൈൻ, 2 മാസത്തെ വൈദൂരം നബിതങ്ങൾ വഴികടന്നു. കാരണം അങ്ങോട്ടൊരു മാസം ഇങ്ങോട്ടൊരു മാസം. ഫീ ലൈലത്തിൻ, ഒറ്റ രാത്രിയിൽ പോയി എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ലസിമ തസ്ദീഖുഹു ഫീ ബഖിയ്യതി മാ യദ്കുർ, മറ്റു പറയുന്ന വിഷയങ്ങളിലും സത്യസന്ധാണ് എന്ന് വന്നു. ഫയസീദു ബിദാലിക ഈമാനുൽ മുഅ്മിനി, അതിലൂടെ വിശ്വാസിയുടെ വിശ്വാസം ഉറച്ചു. കമാ യസീദു ബിദാലിക ഇനാദുൽ മുനാഫിആൻ, ആ മത്സരക്കാരുടെ ശത്രുത ഒന്നും കൂടെ കടുപ്പം കൂടി. ഇനി ഇതുവരെ പ്രതിരോധിച്ച പോലെ പ്രതിരോധിച്ചാൽ പോരാ, കൂടുതൽ പ്രതിരോധിക്കണമെന്ന് ശത്രുക്കൾ ചിന്തിക്കാൻ തുടങ്ങി. അതിന് നിവൃത്തിയില്ല. അതേസമയത്ത് വിശ്വാസിക്ക് അത് കൂടുതൽ ബോധ്യപ്പെടാനും കാര്യങ്ങൾ മനസ്സിലാകാനുള്ള ഒരു വേദിയായി അത് മാറി. അപ്പൊ ഇസ്രാ മിഅ്റാജിന്റെ ചരിത്രം, അതിന്റെ ചുരുക്ക വിവരമാണ് ഇന്ന് നമ്മൾ കേട്ടത്.